വാർത്താസമ്മേളനം തുടങ്ങിയിട്ടില്ല. ശ്രീ കുഞ്ഞിക്കണ്ണൻ, ഇപ്പോൾ എല്ലാ മേഖലയും തൊട്ടുപോകുന്നതാണ് എന്നാണ് പൊതുവെ വന്നിരിക്കുന്ന അഭിപ്രായം. കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്ന് വാചകസത്താണ് എന്ന് പറയുമ്പോഴും ശ്രീ മാത്യു കുഴൽനാടന് അങ്ങനെ പൂർണ്ണമായും അങ്ങനെ ഒരു അഭിപ്രായമില്ല. പക്ഷേ കഴിഞ്ഞ ബജറ്റിലൊക്കെ ആവർത്തിച്ച് വന്നിരുന്ന ഒരു വാക്കാണ് മേക്ക് ഇൻ ഇന്ത്യ എന്നുള്ളത്. ഇത്തവണ അങ്ങനെ ഒരു വാക്ക് തന്നെ ഉച്ചരിച്ചിട്ടില്ല. എന്തുകൊണ്ടായിരിക്കാം? അല്ല, അത് ആവർത്തിക്കേണ്ട കാര്യമില്ല. അത് ഓൺഗോയിങ് പ്രോജക്റ്റാണ്, അത് പോയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഞാൻ വളരെ പ്രതീക്ഷയോടെ കാത്തിരുന്നാണ് മാത്യു കുഴൽനാടൻ്റെ വിമർശനങ്ങളെ. പക്ഷേ എന്നെ അത് നിരാശപ്പെടുത്തിയിരിക്കുന്നു. കാരണം വിമർശനമായിരുന്നു ഞാൻ പ്രതീക്ഷിച്ചിരുന്നത്. അത് വളരെ നിരാശപ്പെടുത്തി എന്നാണ് എനിക്ക് ആദ്യം പറയാനുള്ളത്. ഈ ബജറ്റിൻ്റെ പൊതുവായൊരു കാഴ്ചപ്പാടും അതിൻ്റെ ഒരു അവസ്ഥയും പരിശോധിച്ചാൽ ഗാന്ധിജിയുടെ സ്വപ്നത്തിലേക്ക് കേന്ദ്ര സർക്കാർ അത് യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രയാണം ആരംഭിച്ചിരിക്കുന്നു എന്നാണ്. കാരണം ഗ്രാമങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഊന്നൽ നൽകിക്കൊണ്ടുള്ള നിർദ്ദേശങ്ങൾ, ഗ്രാമത്തിലെ വൈദ്യുതീകരണം മെച്ചപ്പെടുത്തുക, അതിന് സമയബന്ധിതമായിട്ട് തന്നെ പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ദാരിദ്ര്യ നിർമ്മാർജ്ജനം, സമൂഹത്തിലെ ഏറ്റവും അടിത്തട്ടിൽ കഴിയുന്ന ജനങ്ങൾ, ഒരു നേരത്തെ ആഹാരത്തിന് പോലും വകയില്ലാത്ത ജനങ്ങൾക്ക് ആശ്വാസം എത്തിക്കുന്ന രീതിയിലുള്ള പദ്ധതികൾ. അതുപോലെ തന്നെ തൊഴിലില്ലായ്മ, അത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ബൃഹത്തായ പദ്ധതികൾ. അതുപോലെ വീട്, ഒരു ദിവസം അല്ലെങ്കിൽ എന്താ പറയേണ്ടത്, മഴയത്തും വെയിലത്തും അതിനെയൊക്കെ അതിജീവിച്ച് കിടന്നുറങ്ങാൻ പറ്റുന്നൊരു സാഹചര്യം ഇല്ലാത്ത കോടാനുകൂടി ജനങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ട്. അവർക്ക് വീട് നൽകുന്നതിന് വേണ്ടി, അതും സമയബന്ധിതമായി തന്നെ, നമ്മുടെ സ്വാതന്ത്ര്യത്തിൻ്റെ 75ാം വാർഷികം ആഘോഷിക്കുമ്പോഴേക്കും എല്ലാവർക്കും വീട് അത് യാഥാർത്ഥ്യമാക്കുക എന്നുള്ള ലക്ഷ്യം ബജറ്റിൽ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നോക്കുകയാണെങ്കിൽ സമഗ്ര മേഖലകളിലും, മുദ്രാ ബാങ്കിൻ്റെ ഒന്നും ഞാൻ ആവർത്തിക്കുന്നില്ല. മുദ്രാ ബാങ്ക് എന്ന് പറഞ്ഞാൽ ഒരു ഈടുമില്ലാതെ 10 ലക്ഷം രൂപ വരെ സ്വയം തൊഴിലുണ്ടാക്കുന്നതിന്, പുതിയ പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിപാടി മുദ്രാ ബാങ്കിലുണ്ട്. അത് യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമം ശക്തമായി ഉണ്ടാകും എന്ന് ബജറ്റ് പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ട്. നയപ്രഖ്യാപന പ്രസംഗത്തിൽ രാഷ്ട്രപതി 2 ലക്ഷം കോടി രൂപ ഈ 1.5 വർഷം കൊണ്ട് നമ്മുടെ ഈ തൊഴിൽ സംരംഭകർക്കായിട്ട് നൽകിക്കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് വളരെ ഫലപ്രദമായി നടപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമം ഉണ്ടാകും എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി ഒരുപടി, ഏതാണ്ട് 1,24,000 കോടി രൂപ അതിനുവേണ്ടി നീക്കി. അതിലേക്കൊക്കെ നമുക്ക് വരേണ്ടതുണ്ട്. ശ്രീ കെ രക്ഷേന്ദ്രൻ നായർ, ഈ ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിൽ വലിയ തുക തന്നെ മാറ്റിവെച്ചിട്ടുണ്ട്. പക്ഷേ റിയൽ എസ്റ്റേറ്റ് മേഖല ഇപ്പോൾ ഈ നോട്ട് നിരോധനവുമായി ബന്ധപ്പെട്ട് വലിയ മാന്ദ്യത്തിലായിരുന്ന ഒരു സാഹചര്യമാണ്. അതിനെ ഒന്ന് ഉയർത്തിക്കൊണ്ടുവരാനുള്ള എന്തെങ്കിലും പ്രഖ്യാപനങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടല്ലോ. അതിൽ അഫോർഡബിൾ ഹൗസിംഗ് ഒരു കാറ്റഗറി ഇപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ട്. നേരത്തെ ഈ അഫോർഡബിൾ ഹൗസിംഗ് ആണ് ഇപ്പോൾ 2022 അകത്താണ് ഈ ഹൗസിംഗ് ഫോർ ഓൾ എന്നുള്ള പ്രൈം മിനിസ്റ്ററിൻ്റെ ഒരു വിഷൻ. ഇപ്പോൾ നമ്മൾ 2017 ഇനി 5 വർഷം കൂടെ ഉള്ളൂ. ഈ 5 വർഷത്തിനകത്ത് ഹൗസിംഗ് ഫോർ ഓൾ കൊടുക്കണമെങ്കിൽ ദ ഓൺലി ആൻസർ ഈസ് ടു ഗെറ്റ് ഇറ്റ് അഫോർഡബിൾ ഹൗസിംഗ്. അതിന് ആൻസർ ഉള്ളൂ. അത് ഈ ഗ്രാമീണ മേഖലയിൽ മാത്രമല്ലേ ഉദ്ദേശിച്ചത്? അല്ലല്ല, അഫോർഡബിൾ ഹൗസിംഗ് മെട്രോസ് ആൻഡ് നോൺ മെട്രോസും സിറ്റീസും പറഞ്ഞിട്ടുണ്ട്. അതിന്റെ തുടർച്ചയാണ് മേക്ക് ഇൻ ഇന്ത്യയുടെ തുടർച്ചയില്ല. ബട്ട് ഇറ്റ് ഈസ് അഫോർഡബിൾ ഹൗസിംഗ് വാസ് ദെയർ. പക്ഷേ അതിന് ഇംപറ്റസ് വരാത്ത റീസൺ എന്ന് പറഞ്ഞാൽ ദർ ആർ സർട്ടൺ ഡിഫിക്കൽട്ടീസ്. അതിൻ്റെ അകത്ത് തന്നെ പറയുന്നത് അതിനൊരു ഇൻഫ്രാസ്ട്രക്ചർ സ്റ്റാറ്റസ് കൊടുത്തില്ല. അത് ഈ പ്രാവശ്യം കൊടുത്തിട്ടുണ്ട്. 3 years ടാക്സ് ഫ്രീ ബെനിഫിറ്റ് കൊടുക്കാനുള്ളത് 5 years ആക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ ക്ലാരിറ്റി ഇല്ലായിരുന്ന ഒരു രണ്ട് ഭാഗമുണ്ട്. ഒന്ന് 30 സ്ക്വയർ മീറ്റേഴ്സ് മെട്രോസിലും നോൺ മെട്രോസ് 60 സ്ക്വയർ മീറ്റേഴ്സ്. അന്നേരം 30 സ്ക്വയർ മീറ്റേഴ്സ് 60 സ്ക്വയർ മീറ്റേഴ്സ് എന്ന് പറയുമ്പം ഇപ്പോൾ നമ്മളിവിടെ ഇരിക്കുന്ന പലർക്കും അത് മനസ്സിലാവത്തില്ല. അപ്പോൾ അത് കാർപ്പറ്റ് ഏരിയ ആണോ ബിൽട്ടപ്പ് ഏരിയ ആണോ എന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ പ്രാവശ്യം ക്ലാരിറ്റി വരുത്തി അത് കാർപ്പറ്റ് ഏരിയ ആണ്. അപ്പോൾ കാർപ്പറ്റ് ഏരിയ ആണെങ്കിൽ ഇപ്പം നമ്മുടെ ഇപ്പോൾ കേരളത്തിൽ പോലെയുള്ള സംസ്ഥാനത്തിന് 60 സ്ക്വയർ മീറ്റേഴ്സാണ് ബാധകമാണെങ്കിൽ 850 സ്ക്വയർ ഫീറ്റ് വരെയുള്ള ഫ്ലാറ്റിന് ഈ ഇരിക്കുന്ന അഫോർഡബിൾ ഹൗസിംഗ് കാറ്റഗറിക്കകത്ത് പെടുത്താം. അത് ആ പ്രോജക്റ്റിനകത്ത് അഫോർഡബിൾ ഹൗസിംഗ് ഈ സൈസസ് ഉള്ള ഫ്ലാറ്റ്സിനെ പറ്റുള്ളൂ. 2 ഫ്ലാറ്റ് തമ്മിൽ കമ്പൈൻ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇത് മിഡിൽ ക്ലാസ്സിനാണ് ഇത് ടാർഗറ്റ് ചെയ്യുക. പക്ഷേ ഞങ്ങളുടെ റീപ്രസെൻറ്റേഷൻ ഗവൺമെൻറ്റിന് കൊടുത്തത് ഈ 60 സ്ക്വയർ മീറ്റേഴ്സ് ഒന്നും കേരളത്തിൽ പോകുന്ന ഒരു സാഹചര്യമില്ല. 90 സ്ക്വയർ മീറ്റേഴ്സ് മിനിമം വേണം. ഞാൻ 1000-1100 സ്ക്വയർ ഫീറ്റെങ്കിലും ഇല്ലെങ്കിൽ കേരളത്തിൽ മിഡിൽ ക്ലാസ് അതൊരു അക്സെപ്റ്റബിലിറ്റി ഒരു പ്രോബ്ലം ഉണ്ട്. കാരണം ഇവിടെ ഭൂമി വില കൂടുതലാണ്. അപ്പം അഫോർഡബിൾ ഹൗസിംഗ് എന്ന് പറയുന്നത് ഒരു 30 ലക്ഷം രൂപയ്ക്ക് 2 ബെഡ്റൂമും 50 ലക്ഷം രൂപയ്ക്കകത്ത് 3 ബെഡ്റൂം ഫ്ലാറ്റാണ്. അപ്പോൾ അതിൻ്റെ ബെനിഫിറ്റ് വരാനായിട്ട് ഉള്ള ഒരു ഇംപറ്റസ് വന്നിട്ടുണ്ട്. ഇനി ഞങ്ങളുടെ ഒരു ടേക്കപ്പ് ചെയ്യുന്നുണ്ട്. ബിക്കോസ് നോൺ മെട്രോ എന്ന് പറയുമ്പം കേരള ഷുഡ് ബി കെപ്റ്റ് സെപ്പറേറ്റ്ലി. ബിക്കോസ് ബാക്കി നോൺ മെട്രോ ലൈക്ക് ബാംഗ്ലൂർ
ഇത് മെട്രോ ആയിരിക്കും. ബട്ട് ദർ അതർ സിറ്റീസ് വിച്ച് ആർ മോർ ബിഗർ ദാൻ us. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഒരു ഇതുണ്ട്. പിന്നെ ഇതിനകത്ത് വന്നിരിക്കുന്ന കുറേ കാര്യങ്ങളുള്ളത് ഇപ്പം ടാക്സേഷൻ, ക്യാപിറ്റൽ ഗെയിൻസ് എന്ന് പറയുന്നത് നമ്മളൊരു ഭൂമി വാങ്ങിച്ച് വിൽക്കുമ്പം ആ ഭൂമിക്കകത്ത് നേരത്തെ ഉണ്ടായിരുന്ന വിലയും വിൽക്കുന്ന വിലയും തമ്മിലുള്ള ഒരു വ്യത്യാസം ഇതേപോലെ 30% ഉണ്ടായിരുന്നു. അതിന് അത് ഇൻഡെക്സിങ് അന്ന് 81 ആയിരുന്നു. 1981 ഉണ്ടായിരുന്ന ഭൂമി വില കണക്കാക്കിയാണ്. അതിനെ മാറ്റി 2001 ആക്കി. അപ്പോൾ 2001 ആക്കിയത് മാത്രമല്ല, ഈ ഇരിക്കുന്ന ക്യാപിറ്റൽ ഗെയിൻസിൻ്റെ അകത്ത് അതിൻ്റെ പെർസെൻറ്റേജും കുറച്ചിട്ടുണ്ട് ആ ഫിഗർ. അപ്പോൾ ഇങ്ങനെയുള്ള ഇയർ കുറച്ചിട്ടുണ്ട്. ഇതിനെ 3 ഇയേഴ്സിനുള്ള 2 ഇയേഴ്സ് ആക്കിയിട്ടുണ്ട്. 2 ഇയേഴ്സ് ആക്കിയിട്ടുണ്ട്. പിന്നെ ഉള്ളത് ഇപ്പോൾ ബിൽഡേഴ്സിൻ്റെ ഭാഗത്ത് കിട്ടിയിരിക്കുന്ന ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്, നമ്മൾ ഒരു പ്രോജക്റ്റ് കഴിയുമ്പം അതിൻ്റെ ചിലപ്പം ഒരു 100 ഫ്ലാറ്റ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ 70 ഫ്ലാറ്റ് വിറ്റ് കാണുള്ളൂ, ചിലപ്പോൾ 30 ഫ്ലാറ്റ് വിൽക്കാതെ കിടക്കും. അത് ആ നേരത്തെ ഉണ്ടായിരുന്ന ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ 30 ഫ്ലാറ്റ് വിൽക്കാത്ത ഫ്ലാറ്റ് എന്ന് കംപ്ലീറ്റ് ചെയ്ത് അന്ന് മുതൽ ടാക്സേഷൻ കൊടുക്കണം. അപ്പോൾ അതിന് ഇൻവെൻട്രിക്കകത്ത് ടാക്സേഷൻ കൊടുക്കുക. അത് ഈ പ്രാവശ്യം 1 ഇയർ കൂടെ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് 1 ഇയർ വരെ ടാക്സേഷൻ കൊടുക്കണ്ട. അപ്പോൾ ആ ബെനിഫിറ്റ്സ് എല്ലാം ആക്ച്വലി നമ്മൾ എന്ത് ട്രാൻസ്ലേറ്റ് ചെയ്താലും അൾട്ടിമേറ്റ് കൺസ്യൂമറിന് പോകുന്ന ഒരു ബെനിഫിറ്റാണ്. അപ്പോൾ മൊത്തത്തിൽ നോക്കുമ്പം റിയൽ എസ്റ്റേറ്റ് മേഖലയ്ക്ക് ആയിരുന്നു ഊന്നൽ കൊടുത്തുകൊണ്ടുള്ള ബഡ്ജറ്റാണ്. ബിക്കോസ് ഹൗസിങ്ങും കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റിയാണ് നമ്മുടെ GDPക്കുള്ള മെയിൻ ഗ്രോത്ത് പൊട്ടൻഷ്യൽ ഉള്ളത്. അപ്പോൾ അത് കഴിഞ്ഞ ഈ ഡിമോണിറ്റൈസേഷൻ വന്നപ്പം ഒരു മാന്ദ്യം വന്നു, ഒരു സ്റ്റാൻഡ് സ്റ്റിൽ വന്നു. ആ സ്റ്റാൻഡ് സ്റ്റിലിനെ ഗവൺമെൻറ് തന്നെ മനസ്സിലാക്കി ദിസ് ഇസ് ഗോയിങ് ബി എ പ്രോബ്ലം. കാര്യം പൊതുവേ ഒരു ധാരണയുണ്ട് 15 to 30% റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ ഡൗൺ ആണ്. പിന്നെ ഈ പ്രാവശ്യത്തെ ഈ നമ്മുടെ GDP എടുത്ത് നോക്കുമ്പോൾ ഡ്രോപ്പ് വന്നിരിക്കുന്നതും ആ മേഖല. അപ്പോൾ അതിനെ തിരിച്ച് റിവൈവ് ചെയ്യാനായിട്ടുള്ള ഒരു സംവിധാനം. പ്ലസ് ഇൻട്രസ്റ്റ് സബ്വെൻഷൻ കൊണ്ടുവരുന്നുണ്ട്. ദാറ്റ് ഈസ് നമുക്ക് ഇൻട്രസ്റ്റ് നേരത്തെ ഉണ്ടായിരുന്ന ഇപ്പം 8.5%. അതിന് ഇൻട്രസ്റ്റ് സബ്വെൻഷൻ ആ ഡീറ്റെയിൽസ് വന്നിട്ടില്ല. ബഡ്ജറ്റ് ഡോക്യുമെൻ്റ് കാണുമ്പോഴേ അറിയാൻ പറ്റും. ഇൻട്രസ്റ്റ് സബ്വെൻഷൻ വരുമ്പോൾ ഇൻട്രസ്റ്റ് കുറച്ചുകൂടെ കുറയുന്നു. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നോക്കുമ്പം കേരളത്തിൽ ബേസിക്കായിട്ട് 5 ഇൻഡസ്ട്രിയെ നടക്കുന്നുള്ളൂ. ഒന്ന് ടൂറിസം, ഒന്ന് എന്ന് പറയുന്നത് കൺസ്ട്രക്ഷൻ മേഖല, റിയൽ എസ്റ്റേറ്റ്, പിന്നെ ജ്വല്ലറി ബിസിനസ്, ടെക്സ്റ്റൈൽ ബിസിനസ്, പിന്നെ എഡ്യൂക്കേഷൻ. ഈ 5 ബിസിനസ് അല്ലാതെ വേറെ ഒരു കാര്യം ഇവിടെ നടക്കുന്നില്ല. ഇതിൽ സങ്കടകരമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കേരളത്തിന് കിട്ടേണ്ട ഒരു സാധനം ഈ ബഡ്ജറ്റിനകത്ത് കാണുന്നില്ല. ഞാൻ ചേംബർ ഓഫ് കോമേഴ്സ് പ്രസിഡൻറ്റും കൂടെയാണ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ നോക്കുമ്പോൾ എല്ലാവരും എയിംസ് തിരുവനന്തപുരത്ത് വേണമെന്ന് പറഞ്ഞു. കുറച്ച് കഴിയുമ്പം പറഞ്ഞ് കോഴിക്കോടുകാർ ഞങ്ങൾക്ക് വേണമെന്ന്. ഞങ്ങൾ ഏലിപ്പ് വന്നിട്ട് ഒരു സാധനം നമുക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ ഇപ്പോൾ നേരെ ജാർഖണ്ഡിനും ഗുജറാത്ത് പോയി. നമുക്ക് കിട്ടേണ്ട ഒരു സാധനം ആക്ച്വലി BJP ഇരിക്കുന്ന നമ്മളെ കുഞ്ഞിക്കണ്ണൻ ചേട്ടൻ ഇവിടെ ഉണ്ട്. ആക്ച്വലി അന്നേരം എല്ലാവരും പറഞ്ഞു തിരുവനന്തപുരത്ത് ഒരു MLA തിരുവനന്തപുരത്തുള്ളൂ, നമുക്ക് തിരുവനന്തപുരത്ത് കിട്ടുമെന്ന് പറഞ്ഞു. അത് കിട്ടിയില്ല. പിന്നെ വേറൊരു കാര്യം കാണുന്നത് കേരളത്തിൽ കിട്ടുന്ന പല പദ്ധതികളിലും കിട്ടാതെ പോയെന്ന് പറഞ്ഞാൽ ഈ സർക്കാരും ഈ IAS ഉദ്യോഗസ്ഥർ, സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരായി തമ്മിലുള്ള ഒരു അഭിപ്രായ വ്യത്യാസം തീർച്ചയായിട്ടും നമ്മൾ ഈ ബഡ്ജറ്റിൽ എഫക്റ്റ് ചെയ്തിട്ടുണ്ട്. കാര്യം ഒരു പദ്ധതിയും നമ്മൾ ഇവിടുന്ന് എഴുതി പോയിട്ടുമില്ല, പദ്ധതി ഇത് ഇതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുമില്ല. ഇതാണ് മെയിനായിട്ടുള്ള ഒബ്സർവേഷൻ ഞങ്ങൾക്ക്. ഒരു ചെറിയ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ടൂറിസത്തിന് സമയബന്ധിതമായിട്ട് ഗവൺമെൻറ് പദ്ധതികൾ കൊടുക്കുന്നുണ്ട്. ഈ BJP ഗവൺമെൻറ് അധികാരത്തിൽ വന്നത് ആദ്യത്തെ വർഷം വെറും 5 ലക്ഷം രൂപയുടെ അലൊക്കേഷനാണ് വന്നത്. പക്ഷേ സബ്സിക്വൻറ്റ് ഇയേഴ്സ് പദ്ധതികൾ തയ്യാറാക്കി നമ്മൾ അവിടെ കൊടുക്കുന്നതനുസരിച്ചിട്ടാണ് അതിനുശേഷമുള്ള വർഷങ്ങളിൽ നല്ല രീതിയിലുള്ള സഹകരണം, ഇൻക്ലൂഡിങ് ശബരിമല ഉൾപ്പെടെയുള്ള ടൂറിസം പിൽഗ്രിമേജ് സെൻ്ററായിട്ട് വരികയും ബാക്കിയുള്ള കാര്യങ്ങൾ വരികയും ചെയ്തിട്ടുണ്ട്. ആ കാര്യങ്ങൾ അല്ലല്ല, അങ്ങനെയല്ല ഞാൻ പറയാം. അത് ഡിപ്പെൻസ് സർക്കാരിനെ കുറ്റപ്പെടുത്തുന്ന ലെവലല്ല. ഈ പറഞ്ഞതുപോലെ അത് സംഭവിക്കുന്നത് കഴിഞ്ഞാൽ പിന്നെ ഉദ്യോഗസ്ഥന്മാരുടെ ലെവലിൽ പ്രോജക്ട്സ് തയ്യാറാക്കി പ്രോപ്പർ ഡോക്യുമെൻറ്റേഷനോടി കൊടുക്കുകയും അത് ഫോളോ അപ്പ് ചെയ്യുകയും ചെയ്താൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്ക് ഒരു അലൊക്കേഷനുണ്ട്. ആ അലൊക്കേഷനിൽ നിന്ന് ഓരോ നിശ്ചിത അലൊക്കേഷൻ ഓരോ സംസ്ഥാനങ്ങൾക്കും വരും. അത് പോയി കൊണ്ടുവരണം. 1, 2 അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുകയും കൃത്യമായി റിപ്പോർട്ട് കൊടുക്കുകയും ചെയ്യണം. ഇത് രണ്ടും ചെയ്തില്ലെങ്കിൽ ഒരു ഡിപ്പാർട്ട്മെൻറ്റും പൈസ കിട്ടുന്നത്. അത് കമ്മ്യൂണിസ്റ്റ് UDF ഗവൺമെൻറ് ആണോ LDF ഗവൺമെൻറ് ആണോ എന്നുള്ള ഇഷ്യൂ അല്ല. ഒരു കാര്യം, ഇതിപ്പോൾ ഈ BJP MLA ആദ്യമായി ജയിച്ചതുകൊണ്ട് എയിംസ് കിട്ടേണ്ടതായിരുന്നു എന്നുള്ള ആ ഒരു ആഗ്രഹം നല്ലത്. പക്ഷേ ഈ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ കയറി 6 മാസം തികയുന്നതിന് മുമ്പേ എയിംസ് കേരളത്തിൽ തരാം എന്ന് പറഞ്ഞു. അതിനാവശ്യമായ ഭൂമി ഏറ്റെടുത്ത് നൽകണം എന്നും ആവശ്യപ്പെട്ടു.
ആ ആഗ്രഹത്തെ സ്വാഗതം ചെയ്തു എന്നല്ലാതെ സംസ്ഥാന ഗവൺമെൻറ് ചെയ്യേണ്ട ബാധ്യത അത് കൃത്യമായി ചെയ്തില്ല എന്നുള്ളൊരു സത്യം സംസ്ഥാന സർക്കാരിനെയാണ് കുറ്റപ്പെടുത്തുന്നത്. സംസ്ഥാന സർക്കാരിന് പ്രതിനിധി ഇല്ലാത്തതുകൊണ്ട് മറുപടി അവരിൽ അതല്ല 4 സ്ഥലത്ത് സ്ഥാപിക്കാം. അതിലേത് വേണമെങ്കിലും നിങ്ങൾ തീരുമാനിച്ചോ. 4 ഭാഗത്തുനിന്നും MP-മാർ വടംവലിയായി. ഇവിടെ വന്ന ഒരു പരാമർശത്തിൽ നജീബ് സാർ പറഞ്ഞൊരു കാര്യം, ഞാൻ ഇപ്പോൾ ഈ ബഡ്ജറ്റിൽ നമ്മൾ കണ്ട ഒരു കാര്യം, ആക്ച്വലി ധനമന്ത്രി ഈ ഡിമോണിറ്റൈസേഷനെ ജസ്റ്റിഫൈ ചെയ്യാൻ വേണ്ടിയാണ് വളരെ ശ്രമകരമായിട്ട് ഈ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇത് പറഞ്ഞത്. പക്ഷേ നമ്മളൊരു ഗവൺമെൻറ്റിൻ്റെ ഒരു അപ്രോച്ച് നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ, ഇൻഫാക്റ്റ് ആ പോളിസി അനൗൺസ് ചെയ്ത സമയത്ത് അവർ പറഞ്ഞത് ഈ കള്ളപ്പണം റിക്കവർ ചെയ്യും എന്നുള്ളതായിരുന്നു. അതിനുശേഷം മറ്റു കാര്യങ്ങളെല്ലാം പോയിട്ട് ഇപ്പോൾ ഒന്നും പറയാൻ, അതിന് ഡിജിറ്റൽ അല്ലെങ്കിൽ ക്യാഷ്ലെസ് എക്കോണമി എന്ന് പറഞ്ഞു, അതിനകത്തും ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. അന്നേരം ലാസ്റ്റ് ജസ്റ്റിഫൈ ചെയ്യാൻ വേണ്ടി പറഞ്ഞൊരു കാര്യമാണ്, അതായത് ഇത്രയും പേര് ടാക്സ് കൊടുക്കുന്നത്. ഞാൻ പറയട്ടെ, ഇപ്പോൾ ഗവൺമെൻറ് അവകാശവാദം എന്താ? ഇപ്പോൾ ഇനി ലക്ഷക്കണക്കിന് 18 ലക്ഷം അക്കൗണ്ടുകളിൽ നിന്നും ടാക്സ് പിരിക്കുന്നുള്ളതാണല്ലോ ഇൻഡയറക്റ്റ് ആയിട്ട് പറഞ്ഞത്. ഇപ്പോൾ ജെയ്റ്റ്ലി ഇന്ന് പ്രസംഗിച്ചപ്പോൾ തന്നെ പറഞ്ഞൊരു കണക്കുണ്ട്, അതായത് കേവലം 24 ലക്ഷം പേര് 10 ലക്ഷത്തിന് മുകളിലുള്ള ടാക്സ് കൊടുക്കുമ്പോൾ ആഡംബര വാഹനങ്ങൾ കഴിഞ്ഞ വർഷം വിറ്റത് 1.1 കോടി വാഹനങ്ങൾ വിറ്റു. അപ്പോൾ ഡേറ്റ ഗവൺമെൻറ് കയ്യിൽ ഇല്ലാഞ്ഞിട്ടല്ല, ആളില്ലാഞ്ഞിട്ടല്ല. ഞാനിതിപ്പോൾ പ്രത്യേകിച്ച് ഇവരൊക്കെ ഉള്ളതുകൊണ്ട് ചോദിച്ചാൽ അറിയാം, നമ്മൾ 5 വർഷം മുമ്പ് നടത്തിയ ഒരു ട്രാൻസാക്ഷൻ്റെ ക്വയറിയാണ് ഇപ്പോൾ വരുന്നത്. നിങ്ങൾ 5 വർഷം മുമ്പ് ഒരു 18 ലക്ഷം രൂപ മാറ്റിയിട്ടുണ്ടോ അല്ലെങ്കിൽ 10 ലക്ഷം രൂപ അയച്ചിട്ടുണ്ടോ? ഇത് ഇത്രയുള്ള സ്ട്രെങ്തേ നമ്മുടെ IT ഡിപ്പാർട്ട്മെൻറ്റിനുള്ളൂ. പക്ഷേ എനിക്ക് തോന്നുന്നു ഇവിടെ ഇരിക്കുന്നവർക്ക് എന്നേക്കാൾ നന്നായി പറയാൻ കഴിയും, ഇപ്പോഴത്തെ സ്ട്രെങ്ത് വെച്ചിട്ട് ഈ 18 ലക്ഷം അക്കൗണ്ടുകൾ ഫോളോ അപ്പ് ചെയ്ത് ടാക്സ് പിടിച്ചു കൊണ്ടുവരുമെന്ന് വരുന്നതിൽ എന്തുമാത്രം ഇംപ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ ഇവിടെ പറഞ്ഞ പ്രസംഗങ്ങളെല്ലാം വളരെ നല്ലതാണ്. ഇതുപോലെ നമ്മൾ കഴിഞ്ഞ വർഷം ഇരുന്ന് ചർച്ച ചെയ്തപ്പോൾ ഞാനതുകൊണ്ട് ആ ഡോക്യുമെൻ്റ് ആയിട്ടാണ് വന്നത്. കുഞ്ഞിക്കണ്ണൻ വേണമെങ്കിൽ ഉത്തരം പറയാം. കഴിഞ്ഞ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചാണ് 100% വില്ലേജ് ഇലക്ട്രിഫിക്കേഷൻ 100% നടക്കുമെന്ന് പറഞ്ഞു. ഇപ്പൊ പ്രഖ്യാപനം, കാരണം കഴിഞ്ഞ തവണ നടത്തിയിട്ടില്ല. ഞാൻ അടുത്ത പറയട്ടെ, 25% പൂർത്തിയായി കഴിഞ്ഞു. അല്ല 25%, 100% പൂർത്തിയാക്കുന്ന സമയം ഇല്ല. ഞാൻ യുവാക്കളെ 2019 ആകുമ്പോഴേക്കും മുഴുവൻ ഗ്രാമങ്ങളും ഇല്ല. 2018 മെയ് 2018 നടക്കുകയാണ് കേട്ടോ. അടുത്തത് യുവാക്കളെ ഹരം പിടിപ്പിക്കുന്ന പോലെ അടുത്ത വർഷം അദ്ദേഹം പറഞ്ഞത് 2 കോടി തൊഴിലവസരങ്ങളെന്നാണ്. 2 കോടി 2 crore. ഇതുവരെ 1.5 ലക്ഷമാണ് ആയിട്ടുള്ളത്. ഒരിടവേളയ്ക്ക് ശേഷം തിരിച്ചെത്താം.